ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൊങ്കാല വിശേഷങ്ങളാണ്. കുറച്ചേറെ നാളുകൾക്ക് ശേഷം ഞാൻ ഈ തവണ പോയി പൊങ്കാല ഇടാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പം ഞങ്ങളവിടെ ചെന്ന് റൂമിൽ ചെന്നപ്പോൾ റൂമിൻ്റെ മുന്നിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. അതായത് ഒരാഴ്ച മുന്നേ, എനിക്ക് തോന്നുന്നു അതിലും മുന്നേ തന്നെ ആളുകൾ സ്ഥലം പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇഷ്ടികകളുടെ മുകളിൽ പേരൊക്കെ എഴുതി സ്ഥലം പിടിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് പിന്നെ ഹോട്ടലുകാർ അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ചെന്നപ്പോൾ തന്നെ കണ്ട കാഴ്ചയാണിത്. കണ്ടോ, എന്തോരം ആളുകൾ അവരുടെ പേര് എഴുതി വെച്ച് സ്ഥലം പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊരു മെയിൻ ജംഗ്ഷനാണ് കേട്ടോ, സെക്രട്ടേറിയറ്റിൻ്റെ അവിടെയുള്ള. അപ്പോൾ അവിടെ നടു റോഡിലുള്ളൊരു സ്ഥലമാണ്. അവിടെയൊക്കെ ആളുകൾ അടുപ്പ് കൂട്ടാനുള്ള സ്ഥലം പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഇതാണ് കണ്ടത്. പിന്നെ നമ്മൾ ചെന്ന ഉടനെ നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഞങ്ങൾ നേരെ ആറ്റുകാൽ അമ്പലത്തിലേക്ക് ദേവിയെ കാണാൻ വേണ്ടിയിട്ട് പോയി. ഒന്നും പറയണ്ട കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമുള്ള തിരക്കായിരുന്നു. എന്തായാലും 2-2.5 മണിക്കൂർ ക്യൂ നിന്നിട്ട് ദേവിയെ കണ്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണിത്. ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട്, പൊങ്കാലയുടെ ഭാഗമായിട്ടുള്ള ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഓരോ ദേശത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ ഏരിയയിൽ നിന്ന് വരുന്നതാണെന്ന് തോന്നുന്നുണ്ട്. ഒരു വ്യക്തിയുടെ മുകളിൽ ആൾ പിടിച്ചിരിക്കുകയാണ് ഇവിടെ. നമ്മുടെ കാവടിയുടെ പോലെയുള്ളതാണ്. ആറ്റുകാലമ്മയുടെ പടമൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു. സത്യം പറഞ്ഞാൽ തൊഴുതിറങ്ങിയപ്പോഴേക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ ആ ഒരു പൊങ്കാല വൈബിൽ നമ്മുടെ ക്ഷീണമൊക്കെ അങ്ങ് മറന്നു പോവും. അങ്ങനെ ഇതൊക്കെ കണ്ടു. പിന്നെ വണ്ടിയൊന്നും പോവില്ല കേട്ടോ, കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടക്കുമ്പോഴും ഇതേ ഓരോ ഏരിയയിലും ഉള്ളതാണ് ആറ്റുകാലമ്മയ്ക്ക് പ്രണാമം എന്ന് പറഞ്ഞിട്ട് ഓരോ ജംഗ്ഷനിലും ഇതുപോലെ അമ്മയുടെ ഫോട്ടോയും ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറേയേറെ ദൂരം നടക്കുന്ന വഴിയിലൊക്കെ ഇതുപോലെ കണ്ടോ, അടുപ്പ് കൂട്ടാനുള്ള ആളുകൾ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ ഇഷ്ടികയും പേരൊക്കെ വെച്ച് കയറ് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നോക്കിക്കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഏകദേശം കുറച്ചധിക ദൂരം നടന്നിട്ടുണ്ടായിരുന്നു. കാരണം വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല തിരക്കാണ്, അത് കൂടെ വണ്ടി എടുക്കാനും പറ്റില്ല. അപ്പോൾ അതൊക്കെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളങ്ങനെ നടക്കുകയാണ് അവിടെ. അമ്മിക്കുട്ടി നല്ല ഉഷാറിലാണ് കേട്ടോ. അവൾ ആദ്യമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്നത്. അപ്പോൾ അവൾ ഇതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുകയായിരുന്നു. പിന്നെ വിൽക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. പൊങ്കാലയ്ക്ക് ഒന്നും നമ്മൾ കൊണ്ടുപോകണ്ട കേട്ടോ, എല്ലാ സാധനങ്ങളും അവിടെ വാങ്ങിക്കാൻ കിട്ടും. ദേവിയുടെ രൂപമൊക്കെ നോക്കി എന്ത് ഭംഗിയായിട്ടാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും തൊഴാൻ വേണ്ടി പോയി. അവിടെയും ഭയങ്കര തിരക്കായിരുന്നു. ഉള്ളിലൊന്നും കയറിയില്ല. പുറത്തുനിന്ന് തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിയതാണിത്. ചൂട്ടും കലവും തവിയും എല്ലാം മേടിച്ച് അത് റൂമിൽ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ പൊങ്കാലയുടെ ദിവസം വന്നെത്തി. അതിരാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട് ഞങ്ങൾ നമ്മുടെ ഹോട്ടലിൻ്റെ നേരെ മുന്നിലാണ് വന്ന് നമ്മുടെ കല്ല് വെച്ച് അപ്പയ്ക്ക് തന്നെ ചില ആളുകൾ നമ്മൾ പിടിച്ച സ്ഥാനത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഷ്ടികയൊക്കെ. പിന്നെ അതെടുത്ത് നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലമാണെന്ന് സെക്യൂരിറ്റി പറഞ്ഞ് അങ്ങനെ അവിടേക്ക് വെച്ചു. വല്ലാത്തൊരു വൈബ് തന്നെയാണ് കേട്ടോ. എല്ലാവരും പൊങ്കാല മൂഡിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൂക്കളൊക്കെ റെഡിയാക്കുകയാണ്. എൻ്റെ ഹെൽപ്പർ എന്ന് പറയുന്നത് ആമിക്കുട്ടിയാണ് കേട്ടോ. പൂ റെഡിയാക്കാനും വിറകെടുത്ത് തരാനും ഒക്കെ ആമിക്കുട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ കലം വെച്ചു, പൂക്കളൊക്കെ റെഡിയാക്കി. പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിപ്പാണ്. ഏകദേശം അതിന് മുന്നേ ആയിട്ട് ഗണപതിക്ക് വയ്ക്കുക എന്ന് പറയും. നമ്മൾ വിളക്കിൽ എണ്ണയൊക്കെ ഒഴിച്ച് അവിലും മലരും പഴവും എല്ലാം ചേർത്ത് ഗണപതിക്ക് വെച്ചു. ഏകദേശം ആ സമയത്തോടെ അടുപ്പിച്ചിട്ടാണ് കേട്ടോ വിളക്ക് കത്തിച്ചത്. എല്ലാം റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. നല്ല കാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ കാറ്റിൽ നമ്മൾ തീപ്പെട്ടി ഉരയ്ക്കുമ്പോൾ അത് അണഞ്ഞു പോവുമായിരുന്നു. എന്നാലും നന്നായിട്ട് തന്നെ വിളക്കൊക്കെ കത്തിച്ചു. അങ്ങനെ ഞാൻ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് പൊങ്കാലയ്ക്കുള്ള തുടക്കം കുറിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നന്നായി പ്രാർത്ഥിച്ചു. ദേവിയോടും വിഘ്നേശ്വരനോടും തടസ്സങ്ങളൊന്നും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും
നമുക്ക് ഇതൊക്കെ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് ഈ ഗണപതിക്കുള്ള പൂജ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. 9:45 പണ്ടാരടുപ്പിൽ തീ പകരുന്നത്. അപ്പോൾ അത് തീ കൊണ്ടുവന്നു. നമ്മളിങ്ങനെ നമ്മുടെ അടുത്ത് കൂടെയൊക്കെ തീ കൊണ്ടുവരും കേട്ടോ. വിളക്ക് കത്തുന്നത് കണ്ടോ, നല്ല നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം നല്ല കാറ്റാണ്, അതാണ് ഇങ്ങനെ ആളി കത്തുന്നത്. അതേപോലെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി വയ്ക്കുകയാണ്. കലത്തിൽ വെള്ളം ഒഴിച്ചു. ഞാൻ വെള്ളം ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ അവിടെ തന്നെ കിട്ടും കേട്ടോ. പക്ഷെ ഞാൻ വെള്ളം ഇവിടുന്ന് പോയപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് തീ കത്താൻ. അങ്ങനെ തീ വന്നു. ഭണ്ഡാരടുപ്പിൽ നിന്ന് തീ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ തീ കത്തിക്കുകയാണ്. എല്ലാവരും നല്ല ഹെൽപ്പാണ് കേട്ടോ. എൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ആൻറ്റിയാണ് ഇത്. അവരെനിക്ക് ഹെൽപ്പ് ചെയ്യുകയാണ് വിറക് കത്തിക്കാനും ഇതിനൊക്കെ. ഇങ്ങനെ കൂടുതൽ വിറക് വയ്ക്കരുതെന്നൊക്കെ പറഞ്ഞ്, നമ്മളൊക്കെ ഈ ഗ്യാസിലൊക്കെ കത്തിച്ചിട്ട് അടുപ്പ് കത്തിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ആ ആൻറ്റി എല്ലാ ഹെൽപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പരസ്പരം നല്ല സഹായമായിരുന്നു. എല്ലാവരും എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതേ അടുപ്പിൽ തീയൊക്കെ കത്തിച്ചു. പിന്നെ തീ കത്തി വെള്ളം തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ദേവിയെ പ്രാർത്ഥിച്ച് അരി ഉഴിഞ്ഞ് ഇടുന്നത്. അപ്പോൾ വല്ലാത്തൊരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം. എവിടെ നോക്കിയാലും പൊങ്കാലക്കലങ്ങളും പുകയും തീയും ആയിട്ട് വല്ലാത്തൊരു ഭക്തിയായിരുന്നു. അങ്ങനെ എൻ്റെ പൊങ്കാല കലം അല്ലെങ്കിൽ ഞാൻ ദേവിക്ക് അർപ്പിച്ചത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ തിളയ്ക്കുന്നതിനൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോ കാണും, അങ്ങോട്ടും ഇങ്ങോട്ടും തിളയ്ക്കുന്നതിനൊന്നും. ഞാനതൊന്നും എടുത്തില്ല. ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി ഭക്തിയോടുകൂടി ദേവിക്ക് അർപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വിളക്ക് അണഞ്ഞില്ല കേട്ടോ. നല്ല കാറ്റുണ്ടായിട്ടും വിളക്ക് നന്നായി കത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ പായസം, ഞാൻ ശർക്കര പായസം, നെയ്പായസമാണ് ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതാണ് ഉണ്ടാക്കിയത്. ദേവി നോക്കി ആ ഒരു ഏരിയയാണ് സെക്രട്ടേറിയറ്റിൻ്റെ സൈഡിലുള്ള ഒരു നടു റോഡാണ് ഈ കാണുന്നതൊക്കെ. എല്ലാവരും പൊങ്കാലയിടുകയാണ്. നമുക്ക് വേണ്ട ഹെൽപ്പായിട്ട് അവിടെ സംഭാരം, വാട്ടർ മെലൺ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൊണ്ടുതരും കേട്ടോ. ഇങ്ങനെ കൊണ്ടുതരും. ഉച്ചയ്ക്ക് അന്നദാനമുണ്ട്. പക്ഷെ ഞാൻ പൊങ്കാല നേദിച്ചതിന് ശേഷം ആ പൊങ്കാലയാണ് ഭക്ഷണമായിട്ട് കഴിച്ചത്. തെരളി, മണ്ടപ്പുറ്റ്, ശർക്കര പായസം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ തന്നെ ഓരോ ജംഗ്ഷനിലും ആ സമയത്തും ഗാനമേളയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ പൊങ്കാലയിട്ട ഹോട്ടലിൻ്റെ സൈഡിൽ ഒരു ഓട്ടോറിക്ഷ യൂണിയൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഗാനമേളയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഏട്ടൻ പോയിട്ട് വീഡിയോ എടുത്തിട്ട് വന്നതാണ്. ഞാൻ പൊങ്കാലയുടെ അടുപ്പിൻ്റെ അടുത്തുനിന്ന് മാറിയിട്ടുണ്ടായിരുന്നില്ല. നേദ്യം കഴിയുന്നത് വരെയും അവിടെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ പായസമൊക്കെ റെഡിയായി എല്ലാം കഴിഞ്ഞു. അവസാനത്തെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ ഇല വെച്ച് അടച്ചതിന് ശേഷം നമ്മൾ അടച്ചു വയ്ക്കും. അതിനുശേഷം നമ്മളിങ്ങനെ എല്ലാവരും കൂടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. സഹസ്രനാമൊക്കെ ചൊല്ലി അങ്ങനെ 2:15 പോറ്റി വന്നു. പോറ്റി തളിച്ചതോട് കൂടിയിട്ട് ഈ വർഷത്തെ പൊങ്കാല നേദ്യം കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ്. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സപ്പോർട്ട്